മൂസാ സ്വലാഹിക്കാര പറയുന്നത് സഹാബികളെ തള്ളി, താബികളെ തള്ളി, പണ്ഡിതന്മാരെ തള്ളി എന്നത് ഒരു കാരണവശാലും മർക്കസു ദഅവയെ സംബന്ധിച്ചിടത്തോളം ഒരു വാദമോ അഭിപ്രായമോ അല്ല. ഞങ്ങളുടെ പേരിൽ നിങ്ങൾ കച്ചുകെട്ടി പറയുന്ന കളവുകളിൽ ഒരു കളവ് മാത്രമാണ്. ഇവിടെ നിങ്ങൾ അവതരിപ്പിച്ച കളവുകളിൽ ഒരു കളവ് മാത്രമായിട്ടാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഉള്ളവന്റെ പേരിൽ കളവ് പറയുക വഴി രണ്ട് കളവ്. മനസ്സിലായില്ലേ? ഒന്ന്, അങ്ങനത്തെ ഒരു വാദമല്ല എന്നുള്ള കളവ്. രണ്ട്, ഞാൻ അവരെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞു എന്നും കളവ്. രണ്ട് കളവാണ് ഒറ്റ. ഇങ്ങക്ക് സ്വഹാബത്തിന്റെ പാരമ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സിഹിറിന്റെ വിഷയത്തിൽ നിലപാട് പറയും. നിങ്ങൾ പറയും സ്വഹാബത്തിന്റെ നിലപാട് നിങ്ങൾക്കുണ്ടോ? അജ്വ കാരക്കയുടെ വിഷയത്തിലുണ്ടോ? നിങ്ങൾ പറയും. സംസം വെള്ളത്തിന്റെ വിഷയത്തിലുണ്ടോ? ഖബർ ശിക്ഷയുടെ വിഷയത്തിലുണ്ടോ? അള്ളാഹുവിന്റെ ഇറക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടോ? സ്വഫ് ശരിപ്പെടുത്തുന്ന വിഷയത്തിലുണ്ടോ? ഇങ്ങോട്ട് പറയുന്നത്. വിശ്വാസ കാര്യങ്ങൾക്ക് ആഹാദ് പാടില്ല, മുത്തവാത്തിർ വേണമെന്ന മുഅ്തസിലി വാദമല്ലേ നിങ്ങൾക്ക്? അങ്ങനെ വാദിച്ച ഒരു സ്വഹാബിയെ കൊണ്ടുവരോ? ഒറ്റ സ്വഹാബിനെ കേൾക്കാനുള്ള പൂതി കൊണ്ടാണ് ഒരു സ്വഹാബിനെ കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് സ്വഹാബത്തിന്റെ പാരമ്പര്യം ഉള്ളത്? അത് നോണ. രണ്ടിന്റെ പേരിലും നോണ. എന്തിനാ ജാബിർ റഹ്മാൻ ഇങ്ങനെ അടങ്ങാറാകണത്? ഇതൊക്കെ നിർത്തിക്കൂടെ നിങ്ങൾക്ക് ഈ കളവ് പറച്ചില്?